ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരിക്കുന്നവയെല്ലാം അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളൊരു കാര്യം വെച്ചാൽ എൻ്റെ ഒരു ബോധ്യം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം. വചനം വായിച്ചോ, വചനം ഉൾക്കൊണ്ടോ, നിന്റെ ജീവിതത്തിലെ കൊടുങ്കാറ്റും നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളും നിന്റെ ജീവിത സങ്കടങ്ങളും അവിടെ തീരും, അവിടെ തീരും. ഹല്ലേലൂയ. നമ്മളിത് സേഫായിട്ട് മടക്കി വെച്ചിരിക്കുക. ഓപ്പൺ ഇറ്റ്. നീ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക്, ഒരു രോഗത്തിലേക്ക്, ഒരു ദുഃഖത്തിലേക്ക്, ഒരു പ്രശ്നത്തിലേക്ക് നീ ഓപ്പൺ ദിസ് ബൈബിൾ. നീ കേൾക്കുന്ന നിന്റെ ദൈവം നിന്നോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറപ്പാ മക്കളെ. ഒരു വചനം എടുത്ത് എപ്പോഴും ഞാനോ ഈസ്റ്ററിൻ്റെ അന്ന് രാവിലെ ഒരു ചേട്ടായി ഞാൻ ഇവിടെ ഒരു 11 മണിക്കായെന്ന് തോന്നുന്നു. ഞാൻ ഓടിപ്പോയെന്ന് പള്ളി കയറിയതാണ്. എനിക്കറിയാൽ ആരാധന, മനോഹരമായിട്ടുള്ള ആരാധന ചാപ്പല് 24 മണിക്കൂർ ഈശോ എന്ന് വിളിച്ച് വെച്ചേക്കുന്ന ഇടമാണ്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുക ആരാധനയ്ക്ക് വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് 10 മണിയായപ്പോൾ ഒരു ചേട്ടൻ ഒരു സജ്ജിയൊക്കെ തൂക്കി പിടിച്ച് വന്നിരിക്കുകയാണ്. കാഴ്ചക്ക് ചിലപ്പോൾ വലിയ ബൈബിളില്ല, കനത്തിൽ വലിയ അക്ഷരമുള്ള ഒരു വലിയ ബൈബിളും തൂക്കി പിടിച്ച് ഈ മനുഷ്യൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു യാത്രയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാൻ തിരിച്ചു വരുമ്പോൾ ഈ മനുഷ്യൻ അവിടെ നിന്ന് വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പക്ഷേ വീട്ടിലാരും ഉണ്ടായിരിക്കും, എനിക്കറിയില്ല, ഞാൻ കഥയൊന്നും ചോദിക്കാൻ പോയില്ല. പക്ഷെ എന്നെ വിസ്മയിപ്പിച്ചു ഈ കാഴ്ച. ഈസ്റ്ററിൻ്റെ അത് ഞാൻ കാണുമ്പോൾ ഒരു 10, 9, 10 ആയി കാണും. നോക്കണല്ലോ സാർ ടൈം. ബൈബിളും തുറന്ന് വെച്ചിരിക്കുക. ഒരു സഞ്ചിക്കകത്ത് തൂക്കി പിടിച്ചോ. ഞാൻ കണ്ട് സഞ്ചി അവിടെ എടുത്ത് വെച്ചേക്കുന്ന കണ്ടു. നിങ്ങൾ എന്തെങ്കിലും സഞ്ചി തൂക്കി ബൈബിളുമായിട്ട് പള്ളിയിൽ പോയിരുന്നിട്ടുണ്ടോ? വലിയ ബൈബിൾ, ഇതിൻ്റെ ഒരു ഡബിളുണ്ട്. നിങ്ങളുണ്ട് പിയോസിയുടെ വലിയ ബൈബിളുണ്ട്. ദൈവങ്ങളെ, അവൻ്റെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ ജീവൻ ഇങ്ങനെ ഒഴുകി 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 എത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ ഈ ദിവസം പറഞ്ഞു വരുന്ന കാര്യം ഇതാ. നമ്മൾ രാവിലെ പറഞ്ഞ വിഷയം ഇതാ, ഉദ്ധിതൻ. നിങ്ങൾക്ക് രാവിലെ പറഞ്ഞ ഒറ്റ വാക്കി പറയട്ടെ. ഈശോ ഉദ്ധാനം ചെയ്ത് കണ്ട ഒറ്റ ശിഷ്യനില്ല. എല്ലാവരും പോയി കിടന്ന് ഉറങ്ങി, എല്ലാം പേടിച്ചോടി. They missed the resurrection, the basic event in Christ's life. ക്രിസ്തു ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ശിഷ്യന്മാർക്ക് നഷ്ടപ്പെട്ടു. അവരവിടെ ഇല്ലായിരുന്നു. സുവിശേഷം വായിച്ചു നോക്ക്, എവിടെയെങ്കിലും ഈശോ ഉദ്ധാനം ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ടോ? ആരും കണ്ടില്ല. കുറച്ച് പട്ടാളക്കാർ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അവന്മാർ ഒച്ചപാട്ട് പാടെ ഇറങ്ങി ഓടിക്കളഞ്ഞു. അവന്മാരും കണ്ടില്ല. ദൈവമക്കളെ, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന വിസ്മയങ്ങളും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതും കണ്ണുകൊണ്ട് കാണാൻ പോലും ദൈവം മക്കളെ അനുവദിക്കാറുണ്ട്. 5 പേര് കൂടി ഒരു ഹല്ലേലൂയ വിളിക്കാവോ? ഹല്ലേലൂയ. We are missing a lot. കരുണയുടെ തിരുനാളാണ്. ഫൗസീനാമയുടെ കഥ ഞാൻ 1000 തവണ പറഞ്ഞിട്ടുണ്ട്. കേട്ട് നിങ്ങൾ മടുത്ത് കാണും. 3ാം ക്ലാസ് 4ാം ക്ലാസ് പഠിച്ച പെങ്കൊച്ച്, കുടുംബത്തിൻ്റെ ബാധ്യത മുഴുവൻ തോളി കയറിയവള്, വീട് വീണാന്തര കയറി പാത്രം കഴുകി നടന്നവള്, കൂലിപ്പണി ചെയ്ത് നടന്നവള്, മടത്തിൽ ചെന്നപ്പോൾ സിസ്റ്റർമാർ വേണ്ടെന്ന് പറഞ്ഞവള്, പോയി കൂലിപ്പണി ചെയ്ത് പൈസ എടുത്ത് ഉടുപ്പ് തയ്ക്കാനുള്ള കാശ് വേണ്ടുന്ന നിന്നെ ഒരു തുണ സഹോദരിയാക്കാന്ന് പറഞ്ഞവള്, ചവിട്ടി തേച്ചവള്, പുച്ഛിച്ച് തള്ളപ്പെട്ടവള്, വിലയില്ലാത്തവള്, വീട് വിട്ടു. 18ാം വയസ്സിൽ വീട്ടിൽ നിന്ന് ഒളിച്ചുപോയി. മൈലുകൾക്ക് അപ്പുറത്തുള്ള സിറ്റിയിലേക്ക് അവൾ ഒളിച്ചുപോയി. അവിടെ ഉള്ളിൽ ഉദ്ധിതനായ മിശിഹ കിടക്കുക. ബാക്കി നിങ്ങൾക്കറിയാലോ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈശോ തമ്പുരാൻ ഇടപെടാത്ത രീതിയിൽ ബുദ്ധിയുമില്ല, വിദ്യാഭ്യാസമില്ല, കഴിവുമില്ല, കുടുംബ പാരമ്പര്യമില്ല, എന്തെങ്കിലും ഗുണമുണ്ടോ അതൊന്നുമില്ലാത്ത ഫൗസീനാമയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ക്രിസ്തുവിനെയാണ് ലോകമെമ്പാടുമുള്ള ദേവാലയങ്ങളിൽ ഇന്ന് ഉയർത്തി വച്ചിരിക്കുന്ന കരുണയുടെ തമ്പുരാൻ. അമ്പത്രേസ്യാക്കി പ്രത്യക്ഷപ്പെട്ടത് അല്ലിത് അല്ല. ഇത് 10-18 വയസ്സ് വരെ വീടുകൾ തേരാവാര കയറി ഇറങ്ങി നടന്ന് പാത്രം കഴുകി
വിലയില്ലാതെ അടുക്കളപ്പണിക്കാരി, കൂലിപ്പണിക്കാരി എന്ന് വിളിച്ചവൾക്ക് പൊന്നു തമ്പുരാൻ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് വിളിച്ചു പറഞ്ഞ രഹസ്യമാണ്. ഓക്കെ മകളെ, ഡു നോട്ട് മിസ് ഇറ്റ്. അവളുടെ അപമാനങ്ങളെ അവൾ ദൈവസ്തുതിയാക്കി മാറ്റി. അവളുടെ ജീവിതത്തിലെ പരാജയങ്ങളെ അവൾ ദൈവസ്തുതിയാക്കി മാറ്റി. കാരണം ലൈഫ് ഈസ് മിക്സ്ഡ് വിത്ത് ലവ് ഓഫ് ഗോഡ്. ലൈഫ് ഈസ് മിക്സ്ഡ് വിത്ത് ദ മേഴ്സി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കരുണ കൊണ്ട് മുങ്ങി അല്ലെങ്കിൽ മിക്സ് ചെയ്ത ഒരു വ്യക്തിയുടെ ജീവിതം. ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് മിക്സ് ചെയ്ത പുട്ടുണ്ടാക്കാൻ വേണ്ടി അരിപ്പൊടിക്കകത്ത് വെള്ളം ചേർക്കത്തില്ലേ, വെള്ളം ചേർത്ത് കുഴിക്കത്തില്ലേ എന്ന് പറയുന്ന പോലെ ജീവിതത്തിൽ ദൈവം ചേർത്ത് വെക്കുന്ന ആ വെള്ളത്തിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ സ്നേഹം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മകൾ ഇതങ്ങോട്ട് അനുഭവിക്കുക. ദർശനം കിട്ടിയിട്ടല്ല ശരിയായ നിങ്ങൾ ഒന്നുമില്ല. ആ അമ്മ എഴുതിയ ഡയറി ഒരു തവണ വായിച്ചാൽ നീ സ്വർഗ്ഗത്തിൽ പോകും. ഫൗസ്റ്റീനാമ്മയുടെ ഡയറി ഒരു തവണ നീ വായിച്ചാൽ മതി, കുഞ്ഞു, ഒരു തവണ വായിച്ചാൽ മതി, നീ സ്വർഗ്ഗത്തിൽ പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ ദൈവം ജീവിതത്തിൽ ചെയ്യുന്ന വിസ്മയങ്ങൾ, ദൈവം ജീവിതത്തിൽ ചെയ്യുന്ന വിസ്മയങ്ങളാണ് മകൾ ചിന്തിക്കാൻ പറ്റില്ല. ഓ, എനിക്കിനി എന്നാ സംഭവിക്കാനാ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ നന്മയുണ്ടാകാനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു രാവിലത്തെ 10 മണിയുടെ കുർബാനയ്ക്ക് ഒരു ചേച്ചി ഇവിടെ വരും, ഒരു കൊച്ചു വേണ്ട വരുന്നേ. ഞാൻ ഓർക്കുന്നുണ്ട്, ആദ്യത്തെ ദിവസങ്ങളിൽ അവൻ ഭയങ്കര വയലൻ്റ് ആയിരുന്നു. അവൻ 2 കൈ നീട്ടി അമ്മയെ അടിക്കുമായിരുന്നു. ഇടതും വലതും നിൽക്കുന്ന ചേച്ചിമാർ അവൻ്റെ കൈ കീറി പിടിക്കും. അമ്മയൊരിക്കലും അവനെ തടയുന്നതാണ്. ഇന്നിപ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുക. ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഞാൻ പിതാവിൻ്റെ കുർബാന ഞാൻ അവിടെ പോയി നിൽക്കുക. അപ്പോൾ അവിടെ വന്നിരിക്കുക ബ്ലെസ്സിങ് വാങ്ങിക്കാം. ഒന്നും സംഭവിച്ചില്ലല്ലോ, കൈയടിച്ച് കർത്താവിന് മാത്രം കൊടുക്കാൻ നോക്കുക. അവളെ വളരെ വയലൻ്റ് ആയിട്ടുള്ള മെൻ്റലി റിട്ടാർഡഡ് ബോയ് ആമസ. ഞാൻ ഓർത്ത് ഒരു ദിവസം ഇവിടെ നിന്ന് ഇറങ്ങി ഓട് സീനായിരുന്നു. ഇവരെന്നും ഇവിടെ എന്നും സീനായിരുന്നു. ഇപ്പം സീനൊന്നുമില്ല മക്കളെ. അവൻ കൈകൂപ്പിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മിടുക്കൻ കൊച്ചായിട്ട് ഓരോ ചൊവ്വാഴ്ചയും തീർത്ഥാടനത്തിൽ വന്നുകൊണ്ടിരിക്കുക. മക്കളെ, അത്ര താന്നു പോയ ദൈവം നിന്നെ ഒരുപാട് പൊക്കും. അത്രയ്ക്ക് അപമാനിക്കപ്പെട്ട ദൈവം നിന്നെ ഒരുപാട് അഭിമാനിക്കാനുള്ള വകുപ്പ് കർത്താവ് തരും. ഹല്ലേലൂയ. ഒച്ചത്തിൽ പറയാവോ? അല്പം കൂടെ ഒച്ചത്തിൽ പറയാവോ? ഹല്ലേലൂയ. നോക്കിയേ, മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരുടെയും വിശുദ്ധലിഖിതങ്ങളിൽ തന്നെ പറ്റി എഴുതിയിരിക്കുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. മക്കളെ, read the Bible and there will be the explanation of your life. നീ വചനം വായിക്കുക. നിന്റെ ജീവിതത്തിൻ്റെ വ്യാഖ്യാനവും നിന്റെ ജീവിതത്തിൻ്റെ വെളിപാടുകളും വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. എവിടെ? എമ്മൗസ്. നോക്ക് മക്കളെ, അവൻ കൂടെ കൂടിയ, അവനെ കൂടെ കൂട്ടിയ നീ എത്തേണ്ടടുത്ത് നിന്റെ ദൈവം നിന്നെ എത്തിക്കും. വിശ്വസിക്കുന്ന ഒറ്റ കുഞ്ഞില്ലാത്തവരോടാണല്ലോ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കണേ. ഹല്ലേലൂയ. അവങ്ങളെ ഒറ്റ രഹസ്യമുള്ളൂ, നീ ഓടുന്ന ഓട്ടോ ഒക്കെ വെറുതെയാകട്ടോ. നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെ വെറുതെയാണ്. ഓർത്തുള്ളൂ മകളെ, ക്രിസ്തു നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, ക്രിസ്തു നിന്റെ കൂടെ, ഉദ്ധിതൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ എത്താൻ ആഗ്രഹിക്കുന്നിടങ്ങളിൽ നിന്റെ തമ്പുരാൻ നിന്നെ എത്തിച്ചിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. ദൈവം ഒരിക്കലും നിർബന്ധിച്ച് ആരുടെയും ജീവിതത്തിലേക്ക് വരാറില്ല മക്കളെ. To the extent you believe, to the extent you want, നീ കർത്താവിനെ സ്വീകരിക്കും. ഹല്ലേലൂയ. അവർ അവനെ നിർബന്ധിച്ചു കൊണ്ടുവരും. നമ്മൾ ഒരു ബലം പിടുത്തം വേണം. ജീവിതത്തിൽ ഒരു നിർബന്ധം വേണം. ദൈവം ഇടപെടണമെന്ന് ജീവിതത്തിൽ ഒരു നിർബന്ധമൊക്കെ വേണം. ഞങ്ങളോട് കൂടെ താമസിക്കുക, ഞങ്ങളുടെ കൂടെ എപ്പോഴും പ്രാർത്ഥനയുമേ കൂടെ ഉണ്ടാവണേ. കൂടെ പഴയ നിയമം മുതലുള്ള പ്രാർത്ഥനയല്ലേ, ഞങ്ങളെ വിട്ടേക്കരല്ലേ, ഞങ്ങളുടെ കൂടെ നിൽക്കണേ. നേരം വൈകി, ഓൾറെഡി ലേറ്റ്, തീർന്നു കർത്താവേ. വെന്റിലേറ്ററില്ല, നേരം വൈകുന്നു, പകലസ്തമിക്കാറായി, ഇനി പ്രകാശമില്ലാത്ത സമയമാണ് മക്കളെ. പ്രാർത്ഥിക്കേണ്ട സമയം അന്ത്യാങ്കുഴ. ഉച്ചയ്ക്ക് പ്രാർത്ഥിച്ച കാര്യമല്ല പറയണേ. സൂര്യൻ കെട്ടുപോകാൻ നേരത്ത് അവരുടെ പ്രാർത്ഥന, സൂര്യൻ കെടുത്തി കളയില്ലെന്ന്. ലോകചരിത്രത്തിൽ ഇന്ന് വരെ സൂര്യൻ കെട്ടുപോകാതിരുന്നിട്ടില്ല. ഈ മനുഷ്യന്മാർ പ്രാർത്ഥിക്കുക, സൂര്യൻ കെട്ടുപോകല്ലേ. ഏതവസ്ഥയിലായിക്കൊള്ളട്ടെ കുഞ്ഞെ, നീ നിന്റെ സൂര്യൻ കെട്ടുപോകാൻ നേരത്ത് നിനക്ക് പ്രാർത്ഥിക്കാം, എൻ്റെ സൂര്യനെ കെടുത്തല്ലേ, എൻ്റെ സൂര്യനെ കെടുത്തല്ലേ. അവരോടുകൂടെ താമസിക്കുവാൻ കയറി, അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നു. അവൻ്റെ പ്രത്യേകതയാണ്
അവൻ്റെ സ്നേഹവും അവൻ്റെ വെളിപാടുമൊക്കെ കുർബാനയാണ്. ഭക്ഷണത്തിനിരുന്നു. ഇതിനപ്പുറത്തൊരു ദൈവിക അനുഭവമില്ല മക്കളെ. നമ്മുടെ ഈ തീർത്ഥാടകർ ഏത് ശുശ്രൂഷയും ഹൃദയം കുർബാന തന്നെയാണ്. ഇവിടെ കിട്ടണം. ഇവിടെ വെളിപ്പെട്ടു മക്കളെ, ഇവിടെ വെളിപ്പെട്ടു. അവൻ വരുന്നത് കുർബാനയിലാണ്. ഇതാ നോക്കിക്കേ, അവൻ ഭക്ഷണത്തിരുന്നപ്പോൾ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. ഈശോ കുർബാന ചൊല്ലുന്നത് കണ്ടോ? ഈശോ കുർബാന ചൊല്ലുന്നത് കണ്ടോ? അപ്പം എടുത്ത് വാഴ്ത്തി വിഭജിച്ച് അവർക്ക് കൊടുത്തു. അടുത്ത വാക്യം പ്രധാനം. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. ഹല്ലേലൂയ. കുർബാന നിന്റെ കണ്ണ് തുറപ്പിക്കണം. കുർബാന നിന്റെ കണ്ണ് തുറപ്പിക്കും. പുതിയ കാഴ്ചകൾ കാണാൻ, സ്വർഗ കാഴ്ചകൾ കാണാൻ, ദൈവ കാഴ്ചകൾ കാണാൻ നിന്റെ കണ്ണ് തുറക്കുന്ന ദൈവത്തിന്റെ അത്ഭുത നിമിഷത്തിന്റെ പേരാണ് ദിവ്യ കുർബാന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ അവനെ തിരിച്ചറിഞ്ഞു. ചങ്ക് കത്തുക. അവർ അവനെ തിരിച്ചറിഞ്ഞു. പക്ഷേ അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉള്ളിൽ തീ കത്തി കഴിഞ്ഞാൽ പിന്നെ വെളിയിൽ വെളിച്ചത്തിന് ആവശ്യമില്ല മക്കളെ. ഉള്ളിൽ വിളക്കുള്ളവർക്ക് വെളിയിൽ വിളക്കിൻ്റെ ആവശ്യമില്ല. കുർബാനയിൽ പങ്കെടുത്ത ക്ലെയോഫാസിൻ്റെയും സുഹൃത്തിൻ്റെയും ചങ്കിൽ തീ കത്താൻ തുടങ്ങി. അവർ പരസ്പരം പറഞ്ഞു. വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം നമ്മളോട് വിശദീകരിച്ചെന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുമായിരുന്നില്ലേ? നോക്കിയ വഴിയിൽ കുർബാനയുടെ ആദ്യ ഭാഗം വചനപ്രഘോഷണം, രണ്ടാം ഭാഗം അപ്പം മുറിക്കൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം ജ്വലിച്ചുകൊണ്ടിരുന്നില്ല. അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറൂസലേമിലേക്ക് തിരിച്ചുപോയി. You cannot stay away from Jerusalem. You cannot stay away from resurrection. മക്കളെ, കുർബാന ചങ്കിലോട്ട് കയറിയവന്, ദൈവവചനം ഉള്ളിക്കിടന്ന് കത്തുന്നവന്, അവൻ ഉദ്ധിതനായ മിശിഹായുടെ അടുക്കിലേക്ക് മടങ്ങിപ്പോകാതിരിക്കാനാവില്ല. ഹല്ലേലൂയ. അവിടെ കൂടിയിരുന്ന 11 പേരെയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും കണ്ടു. കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു. ആദിമ സഭയുടെ പ്രാർത്ഥനയും ആദിമ സഭയുടെ വെളിപ്പെടുത്തലും കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു. ശിമയോന് പ്രത്യക്ഷപ്പെട്ടു എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വഴിയിൽ വെച്ച് സംഭവിച്ചതും അപ്പം മുറിക്കുമ്പോൾ തങ്ങൾ അവനെ തിരിച്ചറിഞ്ഞതും അവരെ വിവരിച്ചു. എഴുന്നേറ്റ് മക്കളെ, ഈ സമയത്തൊന്ന് ഇരുകരങ്ങൾ ഉയർത്തിക്ക്. ഈ പെസഹ കാലത്ത്, ഈ ഉത്ഥാന കാലത്ത് അവരെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വഴികളിലും, പ്രത്യേകിച്ച് ഈ തിരുനാളിന്റെ 13 ദിവസങ്ങള് ഈ അപ്പം മുറിക്കുന്ന അവസരത്തില് കർത്താവിനെ കാണാൻ, കർത്താവിനെ അനുഭവിക്കാൻ, കർത്താവിനെ സൗഖ്യം ലഭിക്കാൻ ഈശോയേ, ഈശോയേ, ഈശോയേ. അത്ഭുത രോഗശാന്തികൾ ഉണ്ടാവട്ടെ, അത്ഭുത വിടുതലുകൾ ഉണ്ടാവട്ടെ, ശാപങ്ങൾ നീങ്ങിപ്പോകട്ടെ, തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈശോയേ. പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി. ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ